കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ ഇ ഡി സമർപ്പിച്ച രണ്ടാം കുറ്റപത്രത്തിൽ CPM-നെതിരെ ഗുരുതര വെളിപ്പെടുത്തലുകൾ. രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ CPM-ന്റെ അംഗീകാരം വരെ ചോദ്യം ചെയ്യപ്പെടാവുന്ന ഗുരുതര കുറ്റകൃത്യങ്ങളാണ് ഇ ഡി കണ്ടെത്തിയിട്ടുള്ളത്. പാർട്ടി നേരിട്ട് തട്ടിപ്പിൽ പങ്കാളിത്തം വഹിച്ചുവെന്നാണ് ഇ ഡി ആരോപണം. പാർട്ടി തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗത്തിന്റെ അറിവോടെയാണ് വ്യാജ വായ്പകൾ നൽകിയത്. ഇതിന്റെ ഫലമായി ജില്ലാ കമ്മിറ്റി അക്കൗണ്ടിലേക്ക് പ്രതികളിൽ നിന്നും പണം എത്തി. രാജ്യത്ത് ആദ്യമായാണ് കോടികളുടെ ബാങ്ക് തട്ടിപ്പ് കേസിൽ ഒരു പാർട്ടി പ്രതിസ്ഥാനത്തെത്തുന്നത്. മുമ്പ് ഡൽഹി മദ്യനയ അഴിമതി കേസിൽ ആം ആദ്മി പാർട്ടി അന്വേഷണ സംഘം പ്രതി ചേർത്തിട്ടുണ്ടെന്ന് ഒഴിച്ചാൽ ഒരു രാഷ്ട്രീയ പാർട്ടി നേരിട്ട് പ്രതിയാകുന്ന കേസുകൾ വേറെയില്ല. CPM-ന്റെ ലോക്കൽ ഏരിയ ജില്ലാ തലങ്ങളിലുള്ള നേതാക്കൾക്ക് തട്ടിപ്പിൽ പങ്കുണ്ടെന്നാണ് ഇ ഡി കണ്ടെത്തൽ. ജില്ലാ കമ്മിറ്റി ചുമതലപ്പെടുത്തിയതനുസരിച്ചുള്ള ജില്ലാ സെക്രട്ടേറിയറ്റിലെ സീനിയർ അംഗം MK ചന്ദ്രൻ ബാങ്ക് പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിച്ചു. ഈ സെക്രട്ടേറിയറ്റ് അംഗമാണ് വ്യാജ വായ്പകൾ നൽകുന്നതിന് നേതൃത്വം നൽകിയത്. ഇക്കാര്യം സെക്രട്ടറി സുനിൽകുമാറിന്റെയും മാനേജർ ബിനു കരീമിന്റെയും മൊഴികളുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതികൾ CPM സ്ഥാനാർത്ഥികൾക്കായി വൻതോതിൽ പണമൊഴുക്കി. ഇരിങ്ങാലക്കുട മണ്ഡലത്തിൽ R ബിന്ദുവിനെയും കുന്നംകുളത്ത് AC മൊയ്തീനു വേണ്ടിയും പ്രചരണ വാഹനങ്ങൾ ഏർപ്പാടാക്കിയത് കേസിലെ മുഖ്യ പ്രതികളാണ്. പാർട്ടി ഫണ്ടിലേക്കുള്ള സംഭാവനയ്ക്ക് പുറമെ നേതാക്കൾ വ്യക്തിപരമായും പണം കൈപ്പറ്റി. പലതരത്തിലുള്ള സൗജന്യങ്ങളും നേതാക്കൾ സ്വീകരിച്ചു. സ്വർണ്ണമാലയും വീട് പണിക്കുള്ള സഹായമായും വാഹനമായും പാരിതോഷികങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. ലോക്കൽ ഏരിയ ജില്ലാ നേതാക്കൾ പ്രതികളുമായി അടുത്ത ബന്ധം പുലർത്തുകയും ആനുകൂല്യങ്ങൾ കൈപ്പറ്റുകയും ചെയ്തു. അതീവ ഗുരുതര കണ്ടെത്തലുകളാണ് ഇ ഡി നടത്തിയിട്ടുള്ളത്. ഇക്കാര്യങ്ങൾ കോടതി കൂടി ശരിവെച്ചാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്നും CPI-ക്കെതിരെ നടപടി വന്നേക്കാം. പാർട്ടിയുടെ അംഗീകാരം നഷ്ടപ്പെടുന്നത് ഉൾപ്പെടെയുള്ള നിയമ നടപടികളിലേക്ക് കടക്കാനും ഇടയുണ്ട്. അതേസമയം കേസ് ഗുരുതരമാണെന്ന് ബോധ്യപ്പെട്ടതോടെ പല്ലും നഖവും ഉപയോഗിച്ച് എതിർക്കാനുള്ള പുറപ്പാടിലാണ് CPM. അടുത്ത ദിവസം തൃശൂരിൽ വലിയ റാലി നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും കരുവന്നൂർ കേസ് തിരിച്ചടിയാകുമെന്നാണ് കണക്കുകൂട്ടൽ.